നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ അതീവ രഹസ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് ചാരവൃത്തി നടത്തുന്നു. അതായത് പാകിസ്ഥാനിലേക്ക് എത്തുന്നു. അതെങ്ങനെ എത്തുന്നു? അങ്ങനെ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ രഹസ്യങ്ങൾ ചോർത്തുന്നവരെ പൊക്കിയിരിക്കുകയാണ്. ഏറ്റവും നാണക്കേടെന്ന് പറയട്ടെ, ആ രഹസ്യങ്ങൾ ചോർത്തുന്നത് 2 മലയാളികളും. കൊച്ചി കപ്പൽശാലയിലെ ജീവനക്കാരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് NIA സംഘം. വിശാഖപട്ടണം കപ്പൽശാലയിലെ തന്ത്രപ്രധാന വിവരങ്ങൾ പാക് ചാരവനിതയ്ക്ക് കൈമാറിയ കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. കരാർ ജീവനക്കാരാണ് കസ്റ്റഡിയിലായ ഇരുവരും. ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘമാണ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വെൽഡർ കം ഫിറ്റർ ആയിട്ടുള്ള തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി അഭിഷേക്, ട്രെയിനിയായ എറണാകുളം കടമ്പുഴക്കുടി സ്വദേശിയുമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ അസം സ്വദേശിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് NIA സംഘം സംശയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തും. കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി കപ്പൽശാലയിലെ ജീവനക്കാരെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. 2023 ഇലക്ട്രോണിക് മെക്കാനിക്കായ കരാർ തൊഴിലാളി ശ്രീനീഷ് പൂക്കോട് ആയിരുന്നു അറസ്റ്റിലായത്. നാവികസേനയുടെ നിർമ്മാണത്തിലുള്ള കപ്പലിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ സഹിതമുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയത് എന്നാണ് കേസ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് വേണ്ടിയുള്ള NIA സംഘം എത്തിയത്. എന്തായാലും ഈ NIA സംഘം എത്തിയതിന് പിന്നാലെ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാകുന്നത്. 2 മലയാളികളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ചാരവനിതയ്ക്കാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് നൽകിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും ഒരു സൂചന കിട്ടി അവിടെ തിരിച്ചടിക്കാൻ ലക്ഷ്യമിടുന്നവർക്കെതിരെ, അല്ലെങ്കിൽ അവിടെ തിരിച്ചടിക്കാൻ ലക്ഷ്യമിടുന്നവർക്ക് അവരെ നോട്ടമിട്ട് നിൽക്കുകയായിരുന്നു NIA. എന്തായാലും ഇത്രയും വലിയ ഒരു രഹസ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇങ്ങനെ പങ്കുവെക്കുന്നത്. അതിലാണ് ഏറ്റവും വലിയ പ്രശ്നവും ഇവിടെ ഉണ്ടാകുന്നത്.